തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണ് എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പറയാറുള്ളതും കരുതാറുള്ളതും. തൊട്ടടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിന് മുന്നോടിയായി നടക്കുന്നത് കൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റുമില്ല. എന്നാൽ BJP എടുത്തിരിക്കുന്ന നിലപാട് നേരെ തിരിച്ചാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു സംശയവും വേണ്ട, സെമി ഫൈനൽ അല്ല, അത് ഫൈനലാണ് എന്നാണ്. എന്തുകൊണ്ടാണ് BJP അതിനെ ഫൈനലായി കാണുന്നത്? BJPക്ക് കേരളത്തിലെ ഭൂരിപക്ഷം സീറ്റുകളിൽ ജയിച്ച് ഭരണം പിടിക്കാം എന്ന മോഹവുമില്ല, അത്തരം വ്യാമോഹവും കൊണ്ടു നടക്കുന്നുമില്ല. കുറച്ച് സീറ്റുകളിൽ ജയിക്കണം, കാലുറപ്പിക്കണം, അത് മാത്രമാണ് BJPയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് BJP പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. 26% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കണം, അതും BJPയുടെ ലക്ഷ്യമാണ്. എത്ര സീറ്റ് എന്നതിനപ്പുറത്തേക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതാണ് BJP ഇപ്പോൾ ലക്ഷ്യപ്പെടുന്നത്. BJPയുടെ ലക്ഷ്യം 2031 2036 ഒക്കെയാണ് എന്ന് നമുക്കറിയാം. ഏതായാലും BJP തുടക്കം കുറിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ എന്ന കാര്യത്തിലും സംശയമില്ല. BJP കഠിനാധ്വാനം നടത്തുകയും ചെയ്യുന്നു. അതിന് തുടക്കമായിട്ട് കേരളത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കേണ്ട സീറ്റുകൾ ഏതൊക്കെയാണ്? ഇതാണ് BJP ആദ്യ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൊത്തം ചുമതല നിർവഹിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അതോടൊപ്പം നേമം മണ്ഡലത്തിലെ വാർഡുകളിൽ പ്രത്യേക ചുമതലയും രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നേമം മണ്ഡലത്തിൽ ഉറപ്പായും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്നർത്ഥം. തൊട്ടടുത്ത മണ്ഡലം കഴക്കൂട്ടമാണ്, BJPക്ക് സാധ്യതയുള്ള മണ്ഡലം. കഴക്കൂട്ടം മണ്ഡലത്തിൽ V മുരളീധരനാണ് മത്സരിക്കുന്നത്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ വാർഡുകളുടെ ചുമതല വഹിക്കുന്നതോടൊപ്പം വർക്കല ആറ്റിങ്ങൽ നഗരസഭയുടെ ചുമതല കൂടി ഏറ്റെടുത്തിട്ടുണ്ട് V മുരളീധരൻ. എന്ന് വെച്ചാൽ അദ്ദേഹം കണ്ണുവെക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിൽ തന്നെയാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാൻ പാർട്ടി അനുവാദം തന്നില്ലെങ്കിൽ എവിടെയും മത്സരിക്കുന്നില്ല എന്ന നിലപാട് നേരത്തെ പ്രഖ്യാപിച്ച ആളാണ് V മുരളീധരൻ. അതിനുശേഷം ചെങ്ങന്നൂരാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു നിയമസഭാ മണ്ഡലം. കുമ്മനം രാജശേഖരനാണ് മത്സരിക്കുന്നത്. കുമ്മനം രാജശേഖരന് ചെങ്ങന്നൂരിന്റെ ചുമതല നൽകി കഴിഞ്ഞു. കാട്ടാക്കട PK കൃഷ്ണദാസ് കഴിഞ്ഞ തവണ മത്സരിച്ച ആൾ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും മത്സരിക്കുക എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തൃശൂർ കോർപ്പറേഷനിലെ 10 വാർഡുകൾ എന്ന് വെച്ചാൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ പ്രത്യേക വാർഡുകളുടെ ചുമതല നൽകിയിരിക്കുന്നത് പത്മജ വേണുഗോപാലിനാണ്. അതുകൊണ്ട് ഉറപ്പിക്കാം, പത്മജ വേണുഗോപാൽ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കും. അത് കഴിഞ്ഞ് കായംകുളം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ആലപ്പുഴയിലെ നഗരസഭയുടെ ചുമതലയാണ്. അതോടൊപ്പം കൊല്ലം കോർപ്പറേഷന്റെ ചുമതലയും കൂടി നൽകിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന്. അപ്പോഴും കായംകുളം നിയമസഭാ മണ്ഡലത്തിന്റെ ചുമതലയും കൂടി നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക കായംകുളത്ത് തന്നെയായിരിക്കും. കണ്ണൂരിൽ മത്സരിക്കാൻ പോകുന്നത് AP അബ്ദുള്ളക്കുട്ടിയാണ്. PC ജോർജ് പൂഞ്ഞാറിൽ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് BJP നേതൃത്വം. അതോടൊപ്പം പാലയിൽ PC ജോർജിന്റെ മകനും BJPയുടെ ഉപാധ്യക്ഷനുമായ ഷോൺ ജോർജ് മത്സരിക്കും. കോഴിക്കോട് K സുരേന്ദ്രനാണ്. അതാണ് സുപ്രധാനമായ ഒരു മാറ്റം. ദേശീയാടിസ്ഥാനത്തിൽ BJP നടത്തിയ എല്ലാ സർവേകളിലും കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് BJPക്ക് പറയുന്നുണ്ട്. അത് എങ്ങനെ, എന്തുകൊണ്ട് എന്ന് BJP നേതൃത്വം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. K സുരേന്ദ്രൻ സാധാരണ മത്സരിക്കുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്. അവിടെ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തോൽക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കോഴിക്കോടേക്ക് മാറുന്നു K സുരേന്ദ്രൻ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് അന്തിമമല്ല, അവസാന നിമിഷം വേണമെങ്കിൽ ഇനിയും മാറ്റങ്ങൾ വരുത്താം. പക്ഷെ ഇപ്പോൾ K സുരേന്ദ്രന് ചുമതല നൽകിയിരിക്കുന്നത് കോഴിക്കോടാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ് നഗരസഭയുടെ ചുമതല നൽകിയിരിക്കുന്നത് CK പത്മനാഭനാണ്. CK പത്മനാഭൻ കഴിഞ്ഞ കുറച്ചു കാലമായി കാസർഗോഡ് ജില്ലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെയും ലക്ഷ്യം മഞ്ചേശ്വരം സീറ്റ് തന്നെയാണ്. അത് ഏതാണ്ട് ഉറപ്പിച്ചതുപോലെയാണ് BJP നേതൃത്വവും അദ്ദേഹത്തിന് ചുമതല നൽകിയിരിക്കുന്നത്. കോട്ടയത്ത് മത്സരിക്കുന്നത് അൽഫോൻസ് കണ്ണന്താനം തന്നെ. തിരുവല്ലയിൽ അനൂപ് ആന്റണി, BJPയുടെ പുതിയ നേതൃനിരയിൽ ഉയർന്നു വന്ന ആളാണ് അനൂപ് ആന്റണി. അനൂപ് ആന്റണി തിരുവല്ലയിൽ മത്സരിക്കും. വട്ടിയൂർക്കാവ് G കൃഷ്ണകുമാറും R ശ്രീലേഖ, മുൻ DGP R ശ്രീലേഖ തിരുവനന്തപുരത്തും മത്സരിക്കും. വട്ടിയൂർക്കാവ് BJP 2ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലമാണ്.
അതുകൊണ്ട് തന്നെ വലിയ സാധ്യത BJP കൽപ്പിക്കുന്നുണ്ട്. G. കൃഷ്ണകുമാറിനോട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സജീവമാകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനം G. കൃഷ്ണകുമാർ ആരംഭിച്ചിട്ടുണ്ട്. R. ശ്രീലേഖ തിരുവനന്തപുരത്തും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡുകളിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ R. ശ്രീലേഖ മത്സരിക്കുന്നത് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ G. കൃഷ്ണകുമാറാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് തിരുവനന്തപുരത്ത്. ഇത്തവണ വട്ടിയൂർക്കാവിലേക്ക് G. കൃഷ്ണകുമാർ നടൻ കൂടിയാണ് മാറുന്നു എന്നത് സുപ്രധാനമായ മാറ്റം തന്നെയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് BJP വളരെ കരുതലോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് ഫൈനൽ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സെമി ഫൈനലായി കണ്ടുകൂടാ എന്ന്.